ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജലജ ജ്യൂസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ അനാമിക മോള് നന്ദുവിനോട് വരരുതെന്ന് പറഞ്ഞിട്ട് പോലും അവൾ വന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം എങ്ങനെയും കുളവാക്കണം. അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് ജാനകി പറയും. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ കയ്യിലുള്ള ഐഡിയ എന്ന്. ഇതാന്ന് പറഞ്ഞൊരു കുപ്പി എടുത്ത് കാണിക്കും. അതിനകത്ത് കുറച്ച് പൊടിയുണ്ട്. എന്നിട്ട് പറയും, നമുക്ക് ഈ പൊടി ജ്യൂസിനകത്തിട്ട് കലക്കി കൊടുക്കണമെന്ന്. ഇത് വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇത് കഴിക്കുന്ന ആൾ ചൊറിഞ്ഞങ്ങ് ഇരുന്നോളും, ഒരുപാട് ചൊറിയുമെന്നൊക്കെ പറയും. അന്നേരം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വീണ്ടും ജലജ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് നമ്മളെ ഇച്ചിരി സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്ദു വന്നതിൻ്റെ പേരിൽ നമ്മുടെ പ്രതിഷേധമാണെന്ന് അങ്ങ് കരുതിക്കുള്ളൂ എന്ന് ജാനകി അങ്ങ് പറയുന്നുണ്ട്. അപ്പം ജലജ ചോദിക്കും, ഈ ജ്യൂസ് നമ്മൾ ആർക്ക് കൊടുക്കുമെന്ന്. നിനക്ക് ഏറ്റവും ഇഷ്ടക്കുറവ് ആരോടാ? നിൻ്റെ മരുമോളോടല്ലേ. അതുകൊണ്ട് അവൾക്ക് തന്നെ ഈ ജ്യൂസ് കൊടുത്താൽ മതിയെന്ന് പറയും. അത് കേൾക്കുന്ന ജലജയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയും, ആരെങ്കിലും എന്തെങ്കിലും സംശയം പറഞ്ഞാൽ നമുക്കും ചൊറിയുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് ജാനകി പറയും. അങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ അനാമിക മോളെ ഒന്ന് സന്തോഷിപ്പിക്കാമല്ലോ എന്നാണ് ജാനകി പറയുന്നത്. നമ്മുടെ കൂടെ എന്തിനും ഏതിനും കൂട്ടു നിന്നിരുന്ന ഏട്ടത്തി പോലും ഇപ്പം മാറിപ്പോയി. നയനയെ സഹായിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ ജലജയ്ക്കാണ് എങ്ങനെയെങ്കിലും മരുമകളുടെ ഈ ഫംഗ്ഷൻ ഒന്ന് പൊളിഞ്ഞു കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അത് കാരണം ജാനകി പറയുന്നതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്. ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒന്നും അബിയുടെ മുഖം അങ്ങോട്ട് തെളിയുന്നേ ഇല്ല. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ഇവൻ്റെ മുഖമൊന്നും തെളിയാത്തെന്ന്. പിന്നീട് മുത്തശ്ശി പറയും, എന്തായാലും എന്നാൽ ഇനിയും പ്രോഗ്രാം തുടങ്ങാമെന്ന് പറഞ്ഞ് കനകയോട് പറയുന്നുണ്ട് മോക്ക് മധുരം എടുത്ത് കൊടുക്കാൻ. അപ്പം കനക പറയും, അത് വേണ്ടമ്മേ, അമ്മയല്ലേ ആദ്യം എടുത്ത് കൊടുക്കണ്ടേ, അമ്മ തന്നെ ആദ്യം ചെയ്യാൻ പറയും. അങ്ങനെ മുത്തശ്ശി എടുത്ത് ഒരു ലഡു എടുത്ത് നവിയുടെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. നവി അതിനകത്തുനിന്നൊരു പീസ് എടുത്ത് അഭിക്കും കൊടുക്കും. പക്ഷേ അഭിയുടെ മുഖം തെളിയാതാണ് അഭി അതെടുത്ത് കഴിക്കുന്നത്. പിന്നെ ഇങ്ങനെ മാറി മാറി ഓരോരുത്തരായിട്ട് പലഹാരം എടുത്ത് നവിയുടെ വായിലും അഭിയുടെ വായിലും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്ത് ജലജ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഉണ്ടമ്മേന്ന് പറഞ്ഞ് ജലജ 2 ഗ്ലാസ് ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ജാനകിയെ നോക്കി ഒരു വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ചാണ് വരുന്നത്. അനാമികയ്ക്കും മനസ്സിലാകും കൊടുത്ത പൊടിയൊക്കെ കൊണ്ട് കലക്കിക്കൊണ്ടാണ് വരുന്നതെന്ന്. എന്നിട്ട് ജലജ വന്ന് നേരെ നവിയുടെ അടുത്ത് നിന്നിട്ട് പറയും, മോള് കുടിക്ക്, മൊത്തം കുടിക്കണം കേട്ടോ എന്ന്. അങ്ങനെ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ നവിക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്. നവി ആ ജ്യൂസ് മേടിച്ചിട്ട് പതുക്കെ അത് അബിയുടെ നേരെ നീട്ടും. അബി മേടിക്കുമോ എന്നുള്ള ടെൻഷനാണ് ജാനകിക്കും ജലജയ്ക്കും. പക്ഷേ അബി നോക്കുന്നേ ഇല്ല ജലജയുടെ മുഖത്തേക്ക്. ജലജ കിടന്ന് കണ്ണ് കാണിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നോക്കാതെ അബി മേടിച്ചങ്ങ് കുടിക്കും. ആ കൂട്ടത്തിൽ തന്നെ നവിയും ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട്. ഈ പൊട്ടൻ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അങ്ങ് കുടിക്കുകയാണല്ലോ എന്നൊക്കെ ജലജ മനസ്സിലോർത്ത് അടുത്ത് നിൽപ്പുണ്ട്. മുത്തശ്ശി അപ്പോൾ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് എടുത്ത് അതിനകത്തുനിന്ന് ഒരു നെക്ലേസ് എടുത്ത് നവിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, മോക്ക് മാത്രം ഒന്നും സമ്മാനം തരുന്നില്ല എന്ന് മോക്ക് പരാതിയല്ലായിരുന്നു, അതുകൊണ്ട് ഇത് മുത്തശ്ശിയുടെ വകയാണെന്ന് പറഞ്ഞ് നല്ലൊരു നെക്ലേസ് എടുത്ത് കൊടുക്കും. അത് കാണുമ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷമാണ്. നവിക്ക് സ്വർണ്ണത്തിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അത് കാരണം നവിക്ക് അത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അന്നേരം അനാമിക അവിടെ നിന്ന് ഓർക്കുന്നുണ്ട്, കിളവി ചേട്ടത്തിക്കും അനിയത്തിക്കും അങ്ങ് സ്വർണ്ണങ്ങളെല്ലാം വാരിക്കൂരി കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഒന്നും മൈൻഡൊന്നും പോലുമില്ല, ഒന്നും എനിക്ക് തരുന്നുമില്ല എന്ന് പറയും. ബാക്കി എല്ലാവരും പക്ഷേ നവിക്ക് ആ സ്വർണം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ജയൻ അപ്പോൾ പറയുന്നുണ്ട്, ആദർശ് എടുത്ത് കൊടുത്ത സാരിയും അമ്മ കൊടുത്ത മാലയെല്ലാം അങ്ങ് ഇട്ടപ്പോൾ നവിയമോൾ നന്നായിട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ദേവയാനിയും പറയും, നവി ഇന്ന് നന്നായിട്ടുണ്ടെന്ന്. പക്ഷെ ജലജയ്ക്കും ജാനകിക്കും ഇതൊന്നും കേൾക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അന്നേരത്തേന് പതുക്കെ അഭി ചൊറിയാൻ തുടങ്ങും. പതുക്കെ ചൊറിഞ്ഞ് ദേഹം മുഴുവൻ അങ്ങ് ചൊറിയുന്നു. അപ്പോൾ നവി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന്. എന്താണെന്ന് അറിയത്തില്ല, ഒരു ചൊറിച്ചിലെന്ന് പറയും. അപ്പോഴേ നവിക്ക് ചെറുതായിട്ട് കാര്യം പിടികിട്ടും. അജയനും ചോദിക്കുന്നുണ്ട്, നീ എന്തായിരുന്നു ഞെരുവിരി കൊള്ളുന്നതെന്ന്. എനിക്ക് ദേഹം മുഴുവൻ ഒന്ന് ചൊറിയുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അഭി മേളിലിട്ട് കയറി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അനി പറയും, എന്തായാലും ഇവൻ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ ഇവിടുന്ന് മുങ്ങിയതാണെന്ന് പറയും. ജലജ ഉടനെ പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്തതല്ല, എന്തോ കുഴപ്പമുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജലജയും അഭിയുടെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, എന്നായിരിക്കും ഇനി എൻ്റെ മരുമോൾക്ക് ഇങ്ങനെ ഒരു 5ാം മാസ ചടങ്ങൊക്കെ നടക്കുന്നതെന്ന്. ആ സമയത്ത് തന്നെ മുത്തശ്ശി ഉടനെ ആദർശിനെയും നയനെയും നോക്കിയിട്ട് പറയും, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇനി നടക്കാനുള്ളത് ആദർശിനും നയനമോൾക്കും
നിൽക്കുവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നയനമോളുടെ 5-ാം മാസ ചടങ്ങ് നടത്തണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും നയനയ്ക്കും ആദർശിനും ഒരു നാണമൊക്കെ വരുന്നുണ്ട്. ഉടനെ അജയൻ പറയും, അതെങ്ങനെയാ പരസ്പരം വഴക്കൊക്കെ ഉണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ 5-ാം മാസ ചടങ്ങൊക്കെ വരുന്നതെന്ന്. ഉടനെ നയന പറയും, ഞങ്ങൾ തമ്മിൽ ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയച്ചാന്ന്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ 5-ാം മാസ ചടങ്ങ് നടത്താമെന്ന് ജയനും പറയും. അത് കേൾക്കുന്ന ദേവയാനി പറയുന്നുണ്ട്, ഇത് ആദർശിനും നയനയോടും മാത്രമായിട്ട് അമ്മ പറഞ്ഞതല്ല, അനിയും അനാമിക മോളൂടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കേൾക്കുമ്പം അനാമികയുടെ മുഖത്തൊരു പുച്ഛമാണ്. ഉടനെ മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ അത് കേട്ടപ്പോൾ മോളുടെ മുഖം വല്ലാതായതെന്ന്. ഉടനെ ജാനകി പറയുന്നുണ്ട്, എങ്ങനെ മോളുടെ മുഖം ശരിയാകാനാ, അവൾ വരരുതെന്ന് പറഞ്ഞിട്ട് പോലും നന്ദുവിനെയും കൊണ്ടുവരലാൻ വന്നില്ലേ, മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നിൽക്കുന്നതുകൊണ്ടാണ് മോളുടെ മുഖം ഇങ്ങനെ മാറുന്നതെന്ന് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശിന്ന് അതിനിടയിൽ അനാമിക പറയുന്നുണ്ട്. ജാനകി നന്ദുവിനെ അധിക്ഷേപിച്ച് പറഞ്ഞത് മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ മുത്തശ്ശി പറയും, നീ എന്തിനാ നന്ദു വന്നതിന് ഇത്ര കുറ്റം പറയാനിരിക്കുന്നത്? നന്ദു ഇവിടെ നയനയുടെയും നവ്യയുടെയും അനിയത്തിയാണ്. ഇവരാരും ഇവിടുത്തെ വെറുതെക്കാരൊന്നുമല്ല. ഇവർക്ക് എപ്പം വേണേലും ഈ വീട്ടിൽ വരാനും പോകാനും ഇവിടെ ഉള്ളവരെ കണ്ടിട്ട് പോകാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് മേലിൽ നീ ഇനി ഇങ്ങനത്തെ വർത്താനം ഇവിടെ പറഞ്ഞു പോയേക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മുത്തശ്ശനും ഞാനുമാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് നന്ദു വന്നതെന്നൊക്കെ പറയും. പെട്ടെന്ന് നയനയ്ക്ക് തല കറങ്ങുന്നുണ്ട്. ആദർശ് കയറി പിടിക്കുകയൊക്കെ ചെയ്യും. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടേ പറയും, എനിക്കെന്തോ തല കറങ്ങുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. അന്നേരത്തേനും പെട്ടെന്ന് ദേവയാനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ എൻ്റെ മോക്ക് എന്ത് പറ്റി എന്നൊക്കെ കേട്ടത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ചെന്ന് പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. ദേവയാനി ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പരുവത്തിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് ആകെ ടെൻഷനാണ് ദേവയാനിക്ക്. ഉടനെ ആദർശ് പറയുമ്പോൾ കിടക്കാം, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നയനെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോകും. പിന്നെ കാണിക്കുന്നത് അഭി നിന്ന് ചൊറിയുന്നതാണ്. അപ്പോൾ ജലജ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞൊക്കെ കൊടുക്കാൻ കൂടുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, നീ എന്തൊരു പൊട്ടനാ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം നോക്കിയതാ ആ ജ്യൂസ് കുടിക്കരുതെന്ന് പറയാൻ വേണ്ടി. ആ ജ്യൂസിനകത്ത് ഒരു പൊടി കലക്കിയാരെന്ന് പറയും. നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടുകൂടെ പറയണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞോ നിങ്ങളിങ്ങനത്തെ പണിയൊക്കെ ഒപ്പിക്കുമെന്ന് പറയും. എന്നാലും നിനക്ക് ജസ്റ്റ് എൻ്റെ മുഖത്തെ ഒന്ന് നോക്കുമെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ജലജ പറയും. ദേവയാനി ഉടനെ പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മോൾക്കൊന്നും വരുത്തരുതേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും നയനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ സ്നേഹമാണ് നയനയോട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത പരുവത്തിലാണ് ദേവയാനി നിൽക്കുന്നത്. പിന്നെ റൂമിൽ ആദർശിൻ്റെ മടിയിൽ കിടക്കുകയാണ് നയന. അപ്പോൾ ആദർശ് പറയും, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാം, നിനക്ക് എപ്പോഴും പ്രഷർ താഴുന്നുണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാന്ന് പറയും. എന്നാലും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണമെന്ന്, ഞാൻ അങ്ങനെയൊക്കെ കുടിക്കുന്നുണ്ടെന്ന് പറയും. നമുക്ക് വൈകുന്നേരം എന്നാലും ഹോസ്പിറ്റലിൽ വരെ പോകണം എന്നൊക്കെ ആദർശ് നയനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ഉടനെ ഇവർ രണ്ടുപേരും ചാടി എണ്ണിക്കുന്നുണ്ട്, അമ്മ വരുന്നെന്ന് പറഞ്ഞു. ദേവയാനി ഒരു ബാം എടുത്ത് ആദർശിൻ്റെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് തലവേന ഉണ്ടെങ്കിൽ പുരട്ടി കൊടുക്ക് എന്ന് പറയും. അവൾക്ക് തലവേന ഇല്ലമ്മേ, തലകറക്കമുള്ളെന്ന് പറയാം. എന്തായാലും ഇച്ചിരി പുരട്ടിയൊക്കെ കൊടുക്ക്. പിന്നെ നീ ഇനി താഴോട്ട് വരുമൊന്നും വേണ്ട, ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ അടുക്കളയിലോട്ടും കയറുകയും വേണ്ടെന്ന് പറയും. ഇനിയിപ്പോൾ നീ അടുക്കള കയറി വല്ലതൊക്കെ ചെയ്തിട്ട് വേണം, വല്ല വയ്യാഴി ഉണ്ടായാൽ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വെറുക്കുകയും എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യും. അത് കാരണം നീ ഇനി ഒരു പണിയും ഈ വീട്ടിൽ ചെയ്യണ്ട എന്ന് പറയും. ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും, കുടുംബ ഡോക്ടറെ വിളിച്ചായിരുന്നു, പക്ഷേ ഡോക്ടർ ഇച്ചിരി ബിസിയാന്ന് പറഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞെന്ന് പറയും. എന്തായാലും ഡോക്ടറെ കാണിക്കണം എന്ന് ദേവയാനി പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ചെറുതായിട്ടൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങിയെന്നാ തോന്നുന്നെന്ന് പറയും. അപ്പോൾ നയനയും പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും ആയിരിക്കുകയില്ല, ആദർശേട്ടനെയും അച്ഛനെയൊക്കെ ഓർത്തിട്ടായിരിക്കും അമ്മ എന്നെ ഇപ്പം ഇങ്ങനെ പരിഗണിക്കുന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. നവ്യ ഗോവിന്ദനോടും കനകയോടും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട്, അച്ഛാ കണ്ടില്ലേ ഇപ്പം തന്നെ ഈ വീട്ടിൽ ഇങ്ങനെയാ, എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ആർക്കെങ്കിലും ആ ഫംഗ്ഷനോട് എതിർപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാരകളൊക്കെ അവർ പണിതുകൊണ്ടേ ഇരിക്കും എന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത്രയും ആൾ കൂടിയപ്പം പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ളത് ഭയങ്കരമാണെന്ന് പറയും. ഒന്ന് ഓർത്ത് നോക്കിയാച്ചാ, ഞാനാണ് ആ ജ്യൂസ് കുടിക്കുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് പൊളയില്ലായിരുന്നോ എന്ന് ചോദിക്കും. ദേവയാനി അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ദേവയാനിയോട് കനക ചോദിക്കും, മോക്ക് എങ്ങനെയുണ്ട്, അവളെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്നതെന്ന് പറയും. ആ സമയത്ത് ജാനകിയും ജലജയും കൂടെ അങ്ങോട്ട്
വരും. അപ്പോൾ ദേവയാനി പറയും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഇതുപോലെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ കനക വേണമെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നിട്ട് പൊക്കോളാൻ. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് ആകെ ടെൻഷൻ. ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യം പോവും, എൻ്റെ മുറിയിലല്ലേ ഇവൾ കിടക്കുന്നത്, അതോട് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലോർക്കും. അപ്പോഴത്തേന് കനക പറയും അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് കാരണം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറയും. അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട് മോൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിട്ടോളാം കനകയെന്ന് പറയും. അപ്പം നവി ചോദിക്കും നന്ദു 2 ദിവസം നിൽക്കുന്നു എന്ന്. അത് കേൾക്കുന്നതേ ജാനകിക്ക് കലി വരും. ജാനകി എന്നെ പറയും അത് വേണ്ട, എന്തായാലും എൻ്റെ അനാമിക മോൾക്ക് ഇവളിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല, എൻ്റെ മകൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഓരോ പണി ഒപ്പിച്ചേക്കരുത്, ഇവളിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ദേവയാനി ഉടനെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ആദർശം എന്തെങ്കിലും തീരുമാനിച്ചാൽ അതെല്ലാവരും അനുസരിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ അങ്ങനെയാണ് അനുസരിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു ഇവിടെ നിൽക്കണമെന്ന് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നീയും അത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ ജാനകി എന്ന് പറയും. അത് ജാനകിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നന്ദു എൻ്റെ അനിയത്തിയല്ലേ, അവളിവിടെ 2 ദിവസം നിന്നെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നാ കുഴപ്പം, നിങ്ങൾക്ക് ഞാനും നയനയൊക്കെ ഇവിടുന്ന് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളല്ലേ എന്നൊക്കെ നവ്യ ജാനകിയോട് തട്ടിക്കയറുന്നുണ്ട്. ഉടനെ ജാനകി പറയും നീയൊക്കെ പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അതൊക്കെ നിൻ്റെയൊക്കെ ഇഷ്ടം, എൻ്റെ മരുമോൾ എന്തായാലും ദുഃഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും നയനമോക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ആരും നിൽക്കാനൊന്നും പോകുന്നില്ല, പിന്നെ കനക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പറയും. അനി റൂമിലേക്ക് വരുമ്പോഴത്തേന് ദേഷ്യം കൊണ്ട് വിറഞ്ഞു തുള്ളി ഇരിക്കുകയാണ് അനാമിക. എന്നെ ഈ വീട്ടിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ഒരു പരിഗണന എനിക്ക് ഈ വീട്ടിൽ തരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അനിയുടെ നേരെ ദേഷ്യപ്പെട്ടുണ്ട് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. അപ്പം അനി പറയും അതൊക്കെ നിൻ്റെ തോന്നല, നീ ഇവിടെ ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുമില്ല എന്ന് പറയും. നിനക്ക് സന്തോഷമായി കാണുമല്ലോ, നിൻ്റെ മറ്റവൾ വന്നിട്ടുണ്ടല്ലോ, അവളുമായിട്ട് സൊള്ളിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് അനിയോട് അനാമിക ചോദിക്കും. നന്ദു വന്നത് അവളുടെ ചേട്ടത്തിയുടെ ഫംഗ്ഷന് വേണ്ടിയാണ്, അത് മുത്തശ്ശനും മുത്തശ്ശിയും ആവശ്യപ്പെട്ടിട്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ, പിന്നെ ഈ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മര്യാദയാണ്, അതിന് നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അതല്ല, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം അവളാണെന്ന് അവൾക്കറിയുകയും ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞതുമാണ് അവൾ ഈ വീട്ടിലോട്ട് വന്നേക്കരുതെന്ന്, എന്നിട്ട് പോലും അവൾ വന്നത് എന്തിനാ, നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും ഒക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് അനിയായിട്ട് വഴക്കാണ്. അത് നയനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് പോവുകയായിരുന്ന ദേവയാനി കേട്ടുകൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.